ഈ ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്ന അഹിംസാ സിദ്ധാന്തം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അത് ക്രിസ്തു മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിനാൽ പ്രചോദിതമായിട്ടാണ് ഗാന്ധിജി അഹിംസാ സിദ്ധാന്തം അവതരിപ്പിക്കുന്നതെന്നാണ്. പക്ഷേ ആ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തം ഒരു രാഷ്ട്രീയ തത്വം എന്നുള്ള നിലയിൽ തെറ്റാണ്. അത് പിന്തുടരുന്നതാണ് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് ഞാനും ഒരു കാലഘട്ടത്തിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. 2 മാസം മുൻപ് വരെ ഞാൻ ചിന്തിച്ചിരുന്നത് ഗാന്ധിജിക്ക് അഹിംസാ സിദ്ധാന്തം ലഭിച്ചത് ക്രിസ്തുവിൽ നിന്ന് ആണ് എന്ന തെറ്റിദ്ധാരണയിലായിരുന്നു. ഇതിന് വിരുദ്ധമായ ചില ആർഗ്യുമെന്റ്സ് ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ 1992 ഞാൻ ഇറ്റലിയിൽ ഒരു സ്കോളർഷിപ്പ് ലഭിച്ച് സാമൂഹിക വികസനത്തെക്കുറിച്ചുള്ള ഒരു PG ചെയ്യാൻ പോയതാണ്. അവിടെ തൃശ്ശൂർ രൂപതക്കാരനായ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ആ സ്കോളർഷിപ്പ് കിട്ടാൻ എന്നെ സഹായിച്ച ഇന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിലിനോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ആൻഡ്രൂസ് താഴത്തിനോടും അന്തരിച്ച ലൂയിസ് അടക്കളത്തൂരിനോടും എൻ്റെ വികാരി അച്ഛനായിരുന്ന ചാലിശ്ശേരി അച്ഛനോടൊക്കെയുള്ള കടപ്പാടുണ്ട്. ഓക്കെ, അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന തൃശ്ശൂർ രൂപതക്കാരനായ ഒരു അച്ഛൻ ഡോക്ടറേറ്റ് ചെയ്യാൻ അവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഡോക്ടറൽ തിസിസ് അഹിംസയെക്കുറിച്ചാണ്. അഹിംസയെക്കുറിച്ചുള്ള ഡോക്ടറൽ തിസിസിൽ അദ്ദേഹം എഴുതി, അഹിംസ എന്നത് അടിസ്ഥാനപരമായി ഒരു ഇന്ത്യൻ ചിന്തയാണ്. അതിൻ്റെ വേര് നിലനിൽക്കുന്നത് ജൈന മതത്തിലാണ്. ജൈനന്മാരാണ് അഹിംസാ സിദ്ധാന്തത്തിൻ്റെ അടിത്തറ. കാരണം ജൈനന്മാരെ ഭൂമിക്കടിയിലുള്ള ഒന്നും കഴിക്കാത്തതിൻ്റെ കാരണം അവർ പറയുന്നത് ആ ചെടി പറിച്ചെടുക്കുമ്പോൾ ആ ചെടിക്ക് വേദനിക്കുമെന്നാണ്. അപ്പം അത്രത്തോളം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ മനസ്സ് വരാത്ത ഒരു മതമാണ് ജൈനമതം. ആ മതമാണ് നോൺ വയലൻസിൻ്റെ ഒറിജിൻ എന്ന് ഈ അച്ഛൻ തൻ്റെ തിസീസിൽ എഴുതി. തിസീസ് സമർപ്പിക്കേണ്ട അവസാന സമയമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ പറഞ്ഞു, അത് മാറ്റി എഴുതണം. അഹിംസാ സിദ്ധാന്തത്തിൻ്റെ പേര് ഇന്ത്യയല്ല ക്രിസ്തു മതമാണ് എന്ന് എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല എന്നാണെങ്കിൽ തൻ്റെ തിസീസ് 3 കൊല്ലം പഠിച്ചത് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞോളാൻ പറഞ്ഞു. അഭിമാനിയായ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഡോക്ടറൽ തിസീസ് വേണമെന്നില്ല, ഞാൻ കണ്ടെത്തിയതിന് വിരുദ്ധമായിട്ട് എനിക്ക് പഠിപ്പിക്കാൻ എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ലൈസൻഷിയേറ്റ് മാത്രമായി ഡോക്ടറൽ തിസീസ് പൂർണ്ണമായിട്ട്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ പ്രായോഗികനാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഡോക്ടറൽ തിസീസ് കിട്ടിയതിന് ശേഷം വേറെ എന്ത് വേണമെങ്കിലും എഴുതിക്കോ, ഇത് കിട്ടാൻ വേണ്ടി അച്ഛനെ മാറ്റി എഴുത്. അച്ഛൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ ഡോക്ടറേറ്റ് ഇല്ലാതെ തിരികെ പോന്നു. അപ്പോൾ ഇവിടെ
ഞാൻ അച്ഛനെതിരായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് അഹിംസാ സിദ്ധാന്തം ഗാന്ധിജിക്ക് കിട്ടിയത് ക്രിസ്തുവിൽ നിന്നാണെന്നാണ്. പക്ഷേ എന്നിട്ട് ഗാന്ധിജി തന്നെ പറയുന്നുണ്ട്, ഗാന്ധിജിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്, ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല. ഐ ലവ് ജീസസ് ബട്ട് ഐ ഹേറ്റ് ക്രിസ്ത്യൻസ്. എന്താണ് അതിൻ്റെ കാരണം? അത് ക്രിസ്ത്യാനികൾ, ക്രിസ്തു മത രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നു എന്നതാണ് അദ്ദേഹം കണ്ട, ക്രിസ്തുമത രാജ്യങ്ങൾക്ക് കണ്ട തെറ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുമതം പൊളിറ്റിക്കലി യുദ്ധം ചെയ്യുന്നതിന് അനുകൂലമാണോ പ്രതികൂലമാണോ? ഇതാണ് നിർണായകമായ ഒരു ചോദ്യം. കാരണം ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തം തികച്ചും ജൈനമതത്തിൽ ഊന്നിയതാണ്. ആ അഹിംസാ സിദ്ധാന്തം അനുസരിച്ച് ഉറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല. മാത്രമല്ല സത്യാഗ്രഹം, അതും ഇന്ത്യനാണ്. സത്യം, യേശു പറയുന്നുണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പക്ഷേ സത്യമേവ ജയത അസതോമ സദ്ഗമയ. അപ്പൊ സത്യമുണ്ടെന്നും അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ എന്നുമാണ് ഇന്ത്യക്കാരൻ്റെ പ്രാർത്ഥന. അപ്പൊ ഗാന്ധിജി ക്രിസ്തുമതത്താൽ ആകൃഷ്ടനായിട്ടാണ് ഈ ഗാന്ധിജിയുടെ രാഷ്ട്രീയ നയങ്ങൾ രൂപീകരിച്ചത് എന്നത് തെറ്റായ ഒരു ചിന്തയാണ്. തികച്ചും ഇന്ത്യനാണ്, അത് ജൈന മതമാണ്. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് യുദ്ധമുണ്ടോ? ഇതാണ് ചോദ്യം. ഇവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, എന്നും രാജാവും പുരോഹിതനും തമ്മിലുള്ള ഒരു തർക്കം നിലനിന്നിരുന്നതായിട്ട് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. സാമുവേൽ എന്ന രാജാവിൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ടത് എന്താണ്? ഒറ്റ കാരണമുള്ളൂ, പുരോഹിതന്റെ സ്ഥാനം രാജാവ് ഏറ്റെടുത്ത് രാജാവ് ബലിയർപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാജ്യസ്ഥാനം നഷ്ടമായത്. അപ്പോൾ പുരോഹിതന്റെ സ്ഥാനം രാജാവ് ഏറ്റെടുക്കാനും രാജാവിൻ്റെ സ്ഥാനം പുരോഹിതൻ ഏറ്റെടുക്കാനുമുള്ള പ്രലോഭനം ലോക ചരിത്രത്തിൽ മുഴുവനുണ്ട്. ഈജിപ്തിൽ രാജാവ് പുരോഹിതനായിരുന്നു, ബാബിലോണിയയിൽ രാജാവ് പുരോഹിതനായിരുന്നു. അവിടെയൊക്കെ രാജാവിനോടാണ് ദൈവം നേരിട്ട് സംസാരിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേലിൽ പുരോഹിതനോടാണ് ദൈവം സംസാരിച്ചിരുന്നത്. പക്ഷെ യേശു ക്രിസ്തുവിൽ വന്നപ്പോൾ എല്ലാ മനുഷ്യരോടും ദൈവം സംസാരിക്കും. അവിടെ ഒരു സെപ്പറേഷൻ നടത്തുന്നുണ്ട്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. രണ്ട് മണ്ഡലങ്ങളെ സെപ്പറേറ്റ് ചെയ്യാണ്. പക്ഷെ എങ്കിലും ആ യേശുവിൻ്റെ ആ സെപ്പറേഷൻ, അതായത് റിലീജിയൻ സ്പിരിച്വൽ മണ്ഡലത്തിലും രാജാവിൻ്റെ മണ്ഡലത്തിലും പ്രവർത്തിക്കട്ടെ. അപ്പോൾ ഒരു എത്തിക്കൽ മോറൽ റിലേഷൻഷിപ്പിനെ ഒരു പൊളിറ്റിക്കൽ ജഡ്ജ്മെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ അപ്പൻ എനിക്ക് എതിരായി ചെയ്താൽ ഞാൻ എന്ത് ചെയ്യണം? ക്ഷമിക്കണം, സ്നേഹിക്കണം. അപ്പനെതിരെ വയലൻസ് ഉപയോഗിക്കരുത്, അമ്മയ്ക്കെതിരെ വയലൻസ് ഉപയോഗിക്കരുത്, ഭാര്യയ്ക്കെതിരെ വയലൻസ് ഉപയോഗിക്കരുത്, ഭർത്താവിനെതിരെ വയലൻസ് ഉപയോഗിക്കരുത്. ക്ഷമിക്കുക, സഹിക്കുക. എന്നാൽ നമ്മുടെ ടെറിട്ടറിയെ വേറൊരു രാജ്യം ആക്രമിച്ചാൽ എന്ത് ചെയ്യണം? ഇതാണ് ചോദ്യം. ഇപ്പോൾ ഇന്ത്യക്ക് അർഹമായ സ്ഥലം പാകിസ്ഥാൻ നേരിടുകയാണെങ്കിൽ, കൈയേറി വരികയാണെങ്കിൽ, ഒരു ജൈന കോൺസെപ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ കോൺസെപ്റ്റ് അനുസരിച്ച് അവരോട് ക്ഷമിക്കണമോ എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് ചോദ്യം. ഇതൊരു പൊളിറ്റിക്കൽ പ്രിൻസിപ്പിളാണ്. അത് തീരുമാനിക്കേണ്ടത് ഭരണകൂടമാണ്, ജനങ്ങളാണ്, ഭരണാധികാരികളാണ്. ഇന്ത്യയുടെ സ്ഥലം
ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ടെറിട്ടറി, ഇന്ത്യയുടെ സോവർണിറ്റിയുടെ ഭാഗമാണ്. ആ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഭൂമി ചൈനയോ പാകിസ്ഥാനോ മാലിദ്വീപോ ബംഗ്ലാദേശോ ആര് പിടിച്ചടക്കിയാലും നമ്മൾ അതിനെ യുദ്ധം ചെയ്യണം. അത് നമ്മുടെ അവകാശമാണ്. അല്ലെങ്കിൽ പിന്നെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെ ആവശ്യം എന്താ? പട്ടാളവും പോലീസും പിരിച്ചു വിട്ടൂടെ? അതായത് ചില ആൾക്കാർ ആഭ്യന്തരമായിട്ട് കലഹം ഉണ്ടാക്കുമ്പോൾ അവരെ നിയന്ത്രിക്കണം, ജയിലിൽ കൊണ്ടുവിടണം. അതൊരു തരം വയലൻസാണ്. ഒരു മനുഷ്യനെ 25-30 കൊല്ലക്കാലം ജയിലിലിടുന്നു. തൂക്കിക്കൊല്ലുന്നതിനേക്കാൾ ഭീകരാണ്. അപ്പൊ അത് വയലൻസാണ്, അവനോട് ചെയ്യുന്ന വയലൻസാണ്. അപ്പൊ വയലൻസ് ഈ ഡയറക്റ്റായിട്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തു മതത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പൊളിറ്റിക്കൽ മണ്ഡലത്തിൽ തീരുമാനം എടുക്കേണ്ടത് രാജാവാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ജസ്റ്റ് വാർ, നീതിയുള്ള യുദ്ധം. അപ്പോൾ ജസ്റ്റ് വാറിനെ സഭ അംഗീകരിക്കുന്നു. ആ സഭയുള്ള രാജ്യത്തെ രാജാവിൻ്റെ ടെറിട്ടറിയിലേക്ക് മറ്റുള്ളവർ കടന്നു വന്നാൽ അവരുമായി യുദ്ധം ചെയ്ത് ടെറിട്ടറി സംരക്ഷിച്ച് അവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം രാജാവിനുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാനുള്ള അവകാശവും രാജാവിനുണ്ട് എന്ന് വാദിക്കുന്നവരാണ് കാത്തലിക് ചർച്ച്, എന്ന് വാദിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ക്രിസ്തുമത വിശ്വാസികളും. അതുകൊണ്ട് ഒരിക്കലും ഗാന്ധിജി പിന്തുടർന്ന ആ ചിന്തനെ വിളിക്കുന്ന പേരാണ് പസഫിസം. അതായത് ആ പസഫിസം പൊളിറ്റിക്കൽ തലത്തിൽ പ്രായോഗികമല്ല. അതുകൊണ്ട് അതിൻ്റെ കാരണമുണ്ട്. അത് ചൈനക്കാരുടെ പേരിലുള്ള ഒരു തെറ്റുണ്ട്. എന്താണ്? ചൈനീസ് സംസ്കാരം അനുസരിച്ച് മനുഷ്യനെ അവർ കാണുന്നത് മാലാഖയായിട്ടാണ്. ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, മനുഷ്യൻ രാമനാണോ രാവണനാണോ, മാലാഖയാണോ ചെകുത്താനാണോ, ക്രിസ്തു ആണോ അന്തിക്രിസ്തു ആണോ? ഏതാണ് മനുഷ്യൻ? ഒരു സിനിമയുടെ പേര് കണ്ടിട്ടുണ്ട്, പാവം ക്രൂരൻ, കള്ളൻ പവിത്രൻ. അപ്പം മനുഷ്യൻ പവിത്രനാണോ കള്ളനാണോ? മനുഷ്യൻ പാവമാണോ ക്രൂരനാണോ? മനുഷ്യൻ ഏഞ്ചലാണോ ഡെവിളാണോ? മനുഷ്യൻ രാമനാണോ രാവണനാണോ? മനുഷ്യൻ ക്രിസ്തുവാണോ അന്തിക്രിസ്തുവാണോ? ചൈനീസ് ഭാഷ അനുസരിച്ച് മനുഷ്യൻ ഏഞ്ചലാണ്, മനുഷ്യൻ രാമനാണ്, മനുഷ്യൻ ക്രിസ്തുവാണ്, മനുഷ്യൻ മാലാഖയാണ്. അങ്ങനെയാണ് മനുഷ്യനെങ്കിൽ ആ സമൂഹത്തില് പിന്നെ അവരെ നന്നാക്കാനായിട്ടൊരു പോലീസിന്റെ ആവശ്യമില്ല. ലോകം മുഴുവൻ അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെ എതിരിടാനായിട്ടൊരു പട്ടാളത്തിന്റെ ആവശ്യമില്ല. പക്ഷെ മനുഷ്യൻ ഏഞ്ചലല്ല, അവൻ ഡെവിളും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനിൽ നിന്ന് ഡെവിളിന്റെ സ്വഭാവം വരും. അപ്പം അതിനെ നിയന്ത്രിക്കാൻ അത് സാമൂഹിക ഐക്യത്തിന് തടസ്സമാകും, അത് മനുഷ്യന്റെ സന്തോഷത്തിന് തടസ്സമാകും. അപ്പൊ അത്തരം ആളുകളെ നിയന്ത്രിക്കാനായിട്ട് സ്റ്റേറ്റിന്റെ ആവശ്യമുണ്ട്. അത് ലോകാവസാനം വരെ മനുഷ്യൻ ഏഞ്ചലും ഡെവിളും കൂടിയിട്ടുള്ള മിക്സാണ്. അല്ലാണ്ട് കുറച്ച് പേര് വിശുദ്ധരും കുറച്ച് പേര് അശുദ്ധരല്ല. അപ്പൊ എല്ലാ മനുഷ്യരും വിശുദ്ധരാണെന്ന് അസ്യൂം ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ചൈനയുടെ സംസ്കാരത്തിന്റെ അടിയിൽ അവരങ്ങനെ അസ്യൂം ചെയ്തിട്ട് അവിടെ നേരെ ഓട്ടോക്രസിയാണ് അവർക്ക് അറിയുള്ളൂ, അവർക്ക് ഏകാധിപത്യം അറിയുള്ളൂ. അപ്പൊ ഇവിടെ ക്രിസ്തു മത ചിന്തയില് ഒരു കാലഘട്ടത്തിലും, ഏതെങ്കിലും കാലഘട്ടത്തിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, യുദ്ധം വേണ്ടാത്ത ഒരവസ്ഥയില്ല. കാരണം ക്രിസ്തു മതം കാണുന്നത് മനുഷ്യനെ മാലാഖയുടെയും ചെകുത്താൻ്റെയും മിക്സ് ആയിട്ടാണ്. ക്രിസ്തുവും അന്തിക്രിസ്തുവും ഒരാളുടെ ഉള്ളിലുള്ളതാണ്, അല്ലാണ്ട് പുറത്തുള്ളതല്ല.
അവൻ രണ്ട് ഭാഗമുണ്ട് അവനിൽ. അപ്പൊ സംസ്കാരം, ആത്മീയത മുതലായവയിലൂടെ അവനിലെ ആൻറ്റി ക്രൈസ്റ്റിനെ ഇല്ലാതാക്കി അവനെ ക്രിസ്തുവിൽ അനുരൂപപ്പെടുത്തുക, അങ്ങനെയാണ് പറയുന്നത്. ഇന്ത്യക്കാർ പറയണേ അവനിൽ രാമനും രാവണനുമുണ്ട്, രാവണനെ ഇല്ലാണ്ടാക്കിയിട്ട് അസുരനും സുരനുമുണ്ട്, ദേവനും കാട്ടാളനുമുണ്ട്. അവനെയാണ് ദേവാസുര യുദ്ധം, അത് ആന്തരികമായിട്ടുള്ളൊരു യുദ്ധമാണ്. അത് ബാഹ്യമായിട്ട് പുറത്തേക്ക് വരും എന്നാണ് ഈ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തില് ഇന്ത്യയിലുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ഗാന്ധിജി ജൈനമതത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ ഈ അഹിംസാവാദം പസഫിസത്തിൻ്റെതാണ്. അവിടെ മനുഷ്യനിൽ നന്മ മാത്രമേ കാണുന്നുള്ളൂ. അത് മനുഷ്യനെ കുറിച്ചുള്ള തെറ്റായ അറിവാണ്. മനുഷ്യനിൽ നന്മ മാത്രമല്ല, മനുഷ്യനിൽ തിന്മയുണ്ട്. അത് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അത് മനുഷ്യൻ പ്രകടിപ്പിച്ചു വരും. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ ആന്തരികമായിട്ട് ചിലപ്പോൾ ഭരണകൂടത്തിന് ബലപ്രയോഗം ആവശ്യം വരും, ബാഹ്യശക്തികളായിട്ട് ബലപ്രയോഗം ആവശ്യം വരും. അത് നീതീകരിക്കത്തക്കതാണോ എന്ന് പരിശോധിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യുദ്ധം എന്ന് പറയുന്നതും ആഭ്യന്തര കലഹത്തെ അടിച്ചമർത്തുന്നതും ഗവൺമെൻറ്റിൻ്റെ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ളതാണെന്നാണ് കാത്തലിക് ചർച്ച് വാദിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാരനായ ഞാൻ ഇന്ത്യയുടെ ടെറിട്ടറിയെ ഏതെങ്കിലും കാരണവശാൽ മറ്റു രാജ്യങ്ങൾ ബഞ്ചിച്ചാൽ ഇന്ത്യയിലെ ലെജിറ്റിമേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സർക്കാരിനോട് വാഗ്ദാനം ചെയ്യാണ് ഈ 65-ാം വയസ്സിലും നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ ഞാനും ഉണ്ടാകും. ആഭ്യന്തര സുരക്ഷയ്ക്ക് എതിരായി ആരെങ്കിലും വന്നാൽ ലെജിറ്റിമേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് വാഗ്ദാനം ചെയ്യാണ് അത്തരം പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സർക്കാരിനോടൊപ്പം ഞാനും ഉണ്ടാകും. അത് ഇന്ന് BJP ആണോ നാളെ കോൺഗ്രസ് ആണോ എന്നുള്ളത് പ്രശ്നമല്ല. ഇവിടെ ഗാന്ധിജി എടുത്ത ഈ നിലപാട്, ഗാന്ധിജിയുടെ മറ്റു പല കാര്യങ്ങളിലും ഞാൻ വിമർശന വിധേയമാക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയുണ്ട്. ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തം കൊണ്ട് മാത്രമാണോ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത്? ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഗാന്ധിജിയുടെ പ്രവർത്തനം കൊണ്ട് ഇന്ത്യയിലെ വിഭജിച്ച് കിടക്കുന്ന പല രാജ്യങ്ങളും ജാതികളും മതങ്ങളും സ്വാതന്ത്ര്യ സമരം എന്ന ഏകലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാനായിട്ട് ഗാന്ധിജി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗാന്ധിജിയുടെ പസഫിസം ഉണ്ടാക്കിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിഭജന സമയത്തും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏകീകരണ സമയത്തും ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഏകീകരണത്തിന് ഫോഴ്സ് ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല ഭരണാധികാരികൾ നെഹ്റു അടക്കം പതറിപ്പോയിട്ടുണ്ട്. അവിടെ യുദ്ധം വേണോ വേണ്ടേ എന്നുള്ളതല്ല, ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഇൻ്റഗ്രിറ്റിക്ക് തടസ്സമാക്കുന്ന ആന്തരികമായും ബാഹ്യമായുള്ള ശക്തികളെ ഫോഴ്സ്ഫുള്ളി സപ്രസ് ചെയ്യും എന്ന് പറയുന്നതിൽ വിമുഖത ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ അത് ഈ ഗാന്ധിയൻ പസഫിസമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. അതുതന്നെയാണ് പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ ചില തീരുമാനങ്ങൾ തെറ്റായി പോയതെന്നുള്ള വിമർശനത്തിന് കാരണവും. ഇന്ത്യ വിഭജന കാലത്തും കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കുന്ന സമയത്തും ഉണ്ടായ പാകിസ്ഥാനിൽ നിന്നുണ്ടായ അതിക്രമങ്ങളെ വളരെ റൂത്ത്ലെസ്സായിട്ട് അടിച്ചമർത്തേണ്ട ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം അത് പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്ന് മാത്രം വിചാരിച്ചത് അത് പൊളിറ്റിക്കൽ ഡിസിഷനല്ല, അതൊരു ആത്മീയ ഡിസിഷനാണ്. അത് ഒരു എത്തിക്കൽ പരിഗണനയ്ക്ക് മാത്രം വിടേണ്ടതാണ്, അല്ലാതെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനായിട്ട് എടുക്കേണ്ടതല്ല. അപ്പോൾ അത് തിരുത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഗാന്ധിയൻ പസഫിസം രാഷ്ട്രീയപരമായിട്ട് വിജയമാണോ എന്ന് കോൺഗ്രസ് പാർട്ടി ഒരിക്കൽ കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഗാന്ധിയൻ പസഫിസം എന്ന് പറയുന്ന ഗാന്ധിയൻ അഹിംസാവാദം പൊളിറ്റിക്കലി പലപ്പോഴും തെറ്റായി പോയിട്ടുണ്ട്
എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഈ എപ്പിസോഡ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ നിലപാടുകളിൽ, കാരണം ഇപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണോ? ഞാൻ 1984 കാശ്മീർ സന്ദർശിക്കുമ്പോൾ എന്നോട് 84-85 ഓർമ്മയില്ല. ഞാൻ തിരിച്ചു വന്ന് പിറ്റത്തെ ദിവസമാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ഉണ്ടായത് എന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. കാശ്മീരിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ യു ആർ ആൻ ഇന്ത്യൻ വിത്തൗട്ട് പാസ്പോർട്ട് എന്നാണ്. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ ആത്മാവിൽ അത് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നാണ് ജനിച്ചപ്പോൾ മുതൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യം. എൻ്റെ പാരൻസ് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കുന്നതിൽ ഫോഴ്സ് ഉപയോഗിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ്സിന് കഴിയാതിരുന്നത് പൂർണ്ണമായും ശരിയല്ല എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യണം? ആ തീരുമാനം തെറ്റാണോ ശരിയാണോ എന്ന് ചർച്ച ചെയ്യല്ല വേണ്ടത്. അതിന് പകരം ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയും നാഷണൽ ഇൻറ്റഗ്രിറ്റിക്കും തടസ്സമായി വരുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വേണ്ടി വന്നാൽ ഫോഴ്സ് ഉപയോഗിക്കണമെന്നുള്ള ആ തീരുമാനം പ്രഖ്യാപിക്കുന്നു എന്ന് പറയാനുള്ള ഒരു തിരുത്തൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് പറയാനാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. കാരണം ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെൻറ്, എന്ത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ കടമയായതിനാൽ യുദ്ധം അനിവാര്യമാകുന്ന ഘട്ടത്തിൽ അത് ചെയ്യുന്നത് ദൈവനിയോഗമാണ്. ദാറ്റ് ഈസ് ലെജിറ്റിമേറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് ജസ്റ്റ് വാർ. ഇത് വേണമെങ്കിൽ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ആ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ചുമതല ഓരോ പൗരൻ്റേതുമാണ്. ആ ചുമതല നിർവഹിക്കുന്നതിന് പകരം അടച്ച് അങ്ങനെ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അത് കാത്തലിക് നിലപാടല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.